ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETOയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മേഖലാ പ്രചരണ ജാഥയ്ക്ക് തിരുവല്ലാമലയിൽ നിന്നും തുടക്കമായി. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരൈക്യ പ്രസ്ഥാനമായ FSETO നേതൃത്വത്തിൽ ഒക്ടോബർ 29, 30, 31 തീയതികളിൽ സംഘടിപ്പിക്കുന്ന മേഖലാ പ്രചരണ കാൽനട ജാഥ തിരുവല്ലാമലയിൽ നിന്നും ആരംഭിച്ചത്. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു, ജാഥ ക്യാപ്റ്റനും KGNA സംസ്ഥാന ട്രഷററുമായ NB സുധീഷ് കുമാറിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KP ഉമാശങ്കർ അധ്യക്ഷത വഹിച്ചു. FSETO മേഖലാ കൺവീനർ P രാജേഷ്, ചെയർമാൻ KC സജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 30 വരവൂർ കുമരപ്പനാലിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ മുള്ളൂർക്കര വഴി വെട്ടിക്കാട്ടിരി സെന്ററിൽ സമാപിക്കും. ഒക്ടോബർ 30 ഉതുവടി സെന്ററിൽ നിന്ന് ആരംഭിച്ച് പഴയന്നൂർ അമ്പലനടയിൽ സമാപിക്കും. സമാപന പൊതുയോഗം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. 40 കൊല്ലമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് 40 കൊല്ലം മുമ്പ് തുടങ്ങിയ പദ്ധതിയാണ്. അവകാശവാദം ചിലപ്പോൾ പറയും കരുണാകരൻ കല്ലിട്ടതാണെന്നൊക്കെ പറയും, ഉമ്മൻചാണ്ടി ഇട്ടതാണ്, കരുണാകരൻ ഇട്ടതാണെന്നൊക്കെ പറയും. 40 കൊല്ലം മുമ്പ് തൃശ്ശൂരിലെ ജനാവലിയുടെ വലിയൊരു ആവശ്യമായിരുന്നു പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കുക. എന്നാൽ ഒരിക്കലും അത് നടപ്പിലാക്കാൻ കഴിയില്ല. 5 കൊല്ലം മാറി വരും, ആ കല്ലവിടെ കിടക്കും. അത് ഏറ്റെടുത്ത് നടത്തുന്നതിന് ആവശ്യമായ വമ്പിച്ച സാമ്പത്തിക ബാധ്യത സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള സംഖ്യ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന സ്ഥിതി. അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.